പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വല്ലാത്ത അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. കെ കരുണാകരൻ്റെ മകളാണ് പോയിരിക്കുന്നത്. BJP ആകട്ടെ ആസൂത്രണം വിജയിച്ച ഒരു ആഹ്ലാദത്തിലാണ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഒബ്സർവർ ഈ കാര്യത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രവേശനം കോൺഗ്രസ്സുകാർക്ക് നൽകുന്ന പുകിലും തലവേദനയും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് കോൺഗ്രസിൻ്റെ നേതാവായ പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJPയിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് BJP ആസ്ഥാനത്തെത്തി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നായിരിക്കും BJPയുടെ അംഗത്വം സ്വീകരിക്കുക. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ്റെ മകളെയും AK ആൻ്റണിയുടെ മകനെയും BJP ക്യാമ്പിലേക്ക് എത്തിക്കാനായി എന്നുള്ള ഒരു വലിയ സന്തോഷം അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അനിൽ ആൻ്റണി പോയതുപോലെയല്ല. അനിൽ ആൻ്റണി കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്ന ഒരാളല്ല. പക്ഷേ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് നിലവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് BJPയിലേക്ക് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2004 മുകുന്ദപുരത്ത് ലോക്സഭയിലേക്ക് പത്മജ വേണുഗോപാൽ മത്സരിച്ചെങ്കിലും അന്ന് ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടിരുന്നു. പിന്നീട് നീണ്ട ഒരു കാലയളവ് 2016 പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് ഒരു അവസരം പത്മജ വേണുഗോപാലിന് നൽകുന്നത്. 2016 തൃശ്ശൂരിൽ VS സുനിൽകുമാറിനോട് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടു. 2021 അവിടെ P ബാലചന്ദ്രനോടാണ് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടത്. പക്ഷേ ഇതിനിടെ ഈ കാലയളവിൽ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള കൂറ് അത് പത്മജ വേണുഗോപാൽ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. 2005 DIC രൂപീകരിച്ച് കെ കരുണാകരനും സഹോദരൻ K മുരളീധരനുമൊക്കെ പോയപ്പോഴും പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. പിന്നീട് കരുണാകരനും മുരളീധരനുമൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി. പക്ഷേ പത്മജ വേണുഗോപാലിന് ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ സ്ഥാനങ്ങളല്ലാതെ പാർലമെൻ്ററി കാര്യങ്ങളിലേക്ക് പിന്നീട് കോൺഗ്രസ് നേതൃത്വം കാര്യമായി പരിഗണിച്ചിരുന്നതുമില്ല. ഇതിലൊക്കെ പത്മജ വേണുഗോപാലിന് അതൃപ്തി ഉണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളിലും പത്മജ വേണുഗോപാൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം തന്നെ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയിലേക്ക് പോകും എന്ന വാർത്ത വന്നപ്പോൾ താനൊരു തമാശ പറഞ്ഞിരുന്നതാണ്. അതായത് ഇന്നത്തെ കാര്യം ഇന്ന് താൻ കോൺഗ്രസിൽ തന്നെയാണ്, നാളത്തെ കാര്യം തനിക്ക് പ്രവചിക്കാനാവില്ല, പറയാനാകില്ല എന്ന് പറഞ്ഞതിനെയാണ് നാളെ BJPയിലേക്ക് പോകും എന്ന നിലയിൽ അത് മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചതെന്നായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. നേരത്തെ നൽകിയ ടെലി ഒക്കെ ആ നിലയിലായിരുന്നു പത്മജ വേണുഗോപാൽ താൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം ഡൽഹിയിലെ JP നദ്ദയുടെ വസതിയിലെത്തി JP നദ്ദയെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. 24 ഒബ്സർവറി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും. മുഹമ്മദ് ഷബീൻ പറഞ്ഞു, സാർ മുട്ടിലിഴഞ്ഞ് തല മുട്ടയടിച്ച് പുല്ല് തിന്ന് CPO റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമരം കിടക്കുകയാണ്. 24 ദിവസമായി ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ മിനി ബാബു SKN ഗുഡ് മോർണിംഗ് മിനി ബാബു. ഇന്ന് മെസ്സേജ് ഒന്നും വായിക്കുന്നില്ലല്ലോ. അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നോ? ജനപ്രിയ ചാനലാക്കിയത് ഞങ്ങളാണ്. തീർച്ചയായിട്ടും മിനി ബാബു, ഈ നമ്മുടെ പ്രേക്ഷകർ നൽകുന്ന പുരസ്കാരവും അംഗീകാരവും തന്നെയാണ് നമുക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രേക്ഷകരെ മറന്നൊരു കളിയില്ല.